ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് റൂം. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ സൊല്യൂഷൻസും എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എസ് എ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഷോർട്ട് ആൻസേഴ്സാണിത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4 മാർക്കിനായിരിക്കും ചോദിക്കുക. അതുപോലെ ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് എ പെർവാസീവ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. വൈ? ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പെർവാസീവ് ഫങ്ഷനാണ് മാനേജ്മെൻറ്റിൻ്റെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ ആൻസർ ചെയ്യുക. പെർവാസീവ് ഇൻ നേച്ചറാണ്, ഒരു ഫീച്ചറാണത്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ അതിനകത്തൊരു പോയിൻ്റായിട്ട് പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഇൻ പെർവാസീവ് ഇൻ നേച്ചർ എന്ന് വെച്ചാൽ എന്താ, HRM എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബിസിനസ് ഓർഗനൈസേഷനിൽ മാത്രമല്ല, എവിടെയൊക്കെ ഉണ്ടാവും, എല്ലാതരം സ്ഥാപനങ്ങളിലും എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ HRM ഫൗണ്ട് ടു എക്സിസ്റ്റ് ഇൻ ബിസിനസ് ആസ് വെൽ ആസ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ്. എഡ്യൂക്കേഷൻ ഫീൽഡ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, റിക്രിയേഷൻ ആൻഡ് അതുപോലെയുള്ള സ്ഥാപനങ്ങളിലും, ഇൻഡസ്ട്രീസിലും, മാനുഫാക്ചറിങ് ഫേംസിലും, ഓക്കെ, അതല്ലാത്ത ബിസിനസ് ഫേമിലും എല്ലായിടത്തും ഇതിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും, ഹ്യൂമൻ റിസോഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും വരും. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഓൾ ഏരിയാസ് വേർ പീപ്പിൾ എലമെൻറ്റ് ഈസ് ഇൻവോൾവ്. പീപ്പിൾ എലമെൻറ്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ് HRM എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയിലും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് HRM. അതുകൊണ്ടാണ് ഇത് പെർവാസീവായിട്ടൊരു ഫങ്ഷനാണെന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് എ ഡബിൾ എഡ്ജ്ഡ് വെപ്പൺ. ഡു യു എഗ്രി? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ഡബിൾ എഡ്ജ്ഡ് വെപ്പണാണ്. നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യാം നമുക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് പ്രോപ്പർലി ഇറ്റ് ലീഡ്സ് ടു മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് HR. നല്ല രീതിയിൽ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, HR പ്ലാനിങ് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് എക്സസീവ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. സ്ഥിരമായിട്ട് വരുന്ന ആബ്സെൻറ്റീസം, അതുപോലെ ലേബർ ടേൺ ഓവർ, ഇതൊക്കെ കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, അത് ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ റിസോഴ്സസ് റിഡ്യൂസ് എക്സസീവ് ലേബർ ടേൺ ഓവർ ആസ് വെൽ ആസ് ആബ്സെൻറ്റീസം ആൻഡ് ഓൾസോ ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എയ്ഡ്സ് ഇൻ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. നല്ല രീതിയിൽ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുമ്പോൾ, നല്ല രീതിയിൽ എംപ്ലോയീസിനെ HR പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താ മെയിൻ ചെയ്യുന്നത്, ഓരോ ഓർഗനൈസേഷനിൽ ഏതൊക്കെ ജോബ്സാണ് ഉള്ളത്, ഏതൊക്കെ ജോബ്സിലാണ് വേക്കൻസി ഉള്ളത്, അതിന് ഫിറ്റായിട്ടുള്ള എംപ്ലോയീസിന് ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ്, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിനെയാണ് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക അല്ലേ. നമ്പർ ഓഫ് റിക്വയർഡ് എംപ്ലോയീസ്, ആവശ്യമുള്ള എംപ്ലോയീസിന് എത്ര പേര് വേണം നെക്സ്റ്റ് ഇയറിലോട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലോട്ട്, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഇയറിലോട്ട് പ്ലാൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്ക്. ഇത് ഷോർട്ട് ടേമും ലോങ് ടേം പ്ലാനിങ്ങും ഉണ്ട്, 2 രീതിയിലും ചെയ്യാം. അപ്പോൾ എത്ര ആൾക്കാരെ വേണം എന്നുള്ളത് പ്ലാൻ ചെയ്ത് വെക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതിലൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഒരു ലക്ഷ്യം. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് കിട്ടുമ്പോൾ വളരെ നന്നായിട്ട് അവരെ യൂസ് ചെയ്യാനും അതിലൂടെ പ്രൊഡക്ഷൻ കൂട്ടാനും ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഡബിൾ എഡ്ജ്ഡ് വെപ്പൺ എന്ന് പറയുന്നത്. ആ പ്ലാനിങ്ങിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന കാര്യം. പ്ലാനിങ്ങിന് ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം തെറ്റിപ്പോകും. നെക്സ്റ്റ് പറയുന്നത്, വാട്ട് ആർ ദി സോഴ്സസ് ഫ്രം വിച്ച് ഇൻഫർമേഷൻ ഫോർ ദി ജോബ് അനാലിസിസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. ജോബ് അനാലിസിസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഡീറ്റെയിൽഡ് സ്റ്റഡി അബൌട്ട് ജോബ് അല്ലേ. ജോബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കലാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ജോബ് അനലൈസ് ചെയ്യാൻ ഒരുപാട് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അതെങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം,
പല മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനെയർ, ചെക്ക് ലിസ്റ്റ്, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, പാർട്ടിസിപ്പേഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഡാറ്റ കളക്ട് ചെയ്യാം. ഏതിനു വേണ്ട ഡാറ്റ? ജോബ് അനലൈസ് ചെയ്യാനുള്ള ഡാറ്റ കളക്ട് ചെയ്യാം. ഏതൊക്കെ തരം ഡാറ്റയാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? ജോബ് ഇൻഫർമേഷൻ, ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ജോബിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ജോബ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്യാം. ഇപ്പോൾ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ലൈക്ക് ടെമ്പറേച്ചർ, നോയ്സ്, ഡർട്ട്, ഡേഞ്ചർ, കംഫർട്ടബിൾ ഓഫീസ് ഫെസിലിറ്റി, ഇതൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ്. ജോബിൻ്റെ സോഷ്യൽ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതുപോലെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് റിലേറ്റഡ് ടു ജോബ്, ആൻഡ് പിന്നെ ക്വാളിറ്റി ഓഫ് പേഴ്സണൽ, അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിൻ്റെ ക്വാളിറ്റി, പെർഫോം ചെയ്യാനുള്ള ക്വാളിറ്റി, സ്കിൽ റിക്വയർഡ് ടു പെർഫോം ദി ജോബ്, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, എക്സ്പീരിയൻസ്, പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ആൻഡ് മസ്കുലാർ എനർജി, ഹവേഴ്സ് ഓഫ് വർക്ക് റിക്വയർഡ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻ ആവശ്യമാണ് ഒരു ജോബ് അനലൈസ് ചെയ്യാൻ. അപ്പോൾ അത് കളക്ട് ചെയ്യുന്നത് ഏതൊക്കെ ഉപയോഗിച്ചിട്ടാണ്? ചെക്ക് ലിസ്റ്റ് വഴി, ക്വസ്റ്റ്യനെയർ വഴി, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, പാർട്ടിസിപ്പേഷൻ ഒക്കെ വഴിയാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ? എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നാണ്. അതിൻ്റെ മീനിങ് ചോദിക്കാറുണ്ട്, ഡെഫിനിഷനും വരാറുണ്ട്. എന്താണ് ഈ ജോബ് അനാലിസിസിൻ്റെ, ഈ ജോബ് അനലൈസ് ചെയ്തതിന് ശേഷം വരുന്ന അടുത്ത സ്റ്റെപ്പാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജോബ് അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ആഫ്റ്റർ ജോബ് അനാലിസിസ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ജോബ് അനാലിസിസ്. ഇറ്റ് ഈസ് എ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ആ റിട്ടൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. ജോബ് അനാലിസിസിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് പറയാം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈനിങ് ദി പർപ്പസ് ആൻഡ് സ്കോപ്പ് ഓഫ് എ ജോബ്. ഒരു ജോബിൻ്റെ പർപ്പസും സ്കോപ്പും ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ് എ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ടൈറ്റിൽ, ലൊക്കേഷൻ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ജോബ്. ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒരു ജോബിൻ്റെ ടൈറ്റിൽ, ലൊക്കേഷൻ, ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, മറ്റ് ജോബുകളായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിൽ എഡ്വിൻ ബി ഫ്ലിപ്പോൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. ഫസ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് പ്രോഡക്റ്റ് ഓഫ് ജോബ് അനാലിസിസ് ഈസ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ. As its title indicates, this document is basically descriptive in nature and constitutes a record of existing and pertinent for job facts. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഡെഫിനിഷനും മീനിങ്ങും പഠിച്ചു വയ്ക്കാം. വാട്ട് ഡു യു മീൻ ബൈ മെറിറ്റ്? ബിഫോർ ദാറ്റ്, ജോബ് ഡിസ്ക്രിപ്ഷൻ പോലെ തന്നെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ സ്പെസിഫിക്കേഷൻ. ഓക്കെ, ജോബ് സ്പെസിഫിക്കേഷനും ഇതുപോലെ ചോദിക്കാറുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ പഠിച്ച അതേ ഇമ്പോർട്ടൻസിൽ ജോബ് സ്പെസിഫിക്കേഷനും പഠിക്കുക. ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മിനിമം ആക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ് നെസസറി ടു പെർഫോം എ ജോബ് പ്രോപ്പർലി. ഇവിടെ എഡ്വിൻ ബി ഫ്ലിപ്പോ പറയുന്നത് എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്ന പോലെ സ്പെസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിനകത്ത് കാണിക്കുന്നത് ഒരു ഹ്യൂമൻ ക്വാളിറ്റീസ് ഒരു എംപ്ലോയിക്ക് ജോബിൽ പെർഫോം ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, മിനിമം അക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. It is a statement of minimum acceptable human quality necessary to perform a job properly. ജോബ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഒരാൾക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ രണ്ടും നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് മെറിറ്റ് റേറ്റിംഗ് ആണ്. വാട്ട് ഈസ് മെറിറ്റ് റേറ്റിംഗ്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് കേട്ടിട്ടില്ല, അതുതന്നെയാണ് മെറിറ്റ് റേറ്റിംഗ്. അത് മീനിങ്ങും ഡെഫിനിഷനും ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് പേഴ്സണൽ ജോബ് പെർഫോമൻസ് ആൻഡ് ഹിസ് പൊട്ടൻഷ്യൽ ഫോർ ദി ഡെവലപ്മെൻറ്റ്. ഡെയിലി ഓർഡർ ഡിഫൈൻ ചെയ്യുന്നു. മെറിറ്റ് റേറ്റിംഗ് റെഫേഴ്സ് ടു ഓൾ ദി ഫോർമൽ പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ഇൻ വർക്കിംഗ് ഓർഗനൈസേഷൻ ടു ഇവാലുവേറ്റ് പേഴ്സണാലിറ്റീസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. മെറിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇവാലുവേറ്റ് ദ പേഴ്സണൽ ജോബ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെറിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോബ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ മെറിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ കരിയർ പ്ലാനിങ്? കരിയർ പ്ലാനിങ് എന്താണെന്നാണ് ചോദ്യം.
It is a lifelong process requiring continuous effort to meet changing employment conditions. ഇവിടെ കരിയർ ചൂസ് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കരിയർ പ്ലാനിങ്ങിൽ വരുന്നത്. ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. നമുക്ക് ഫസ്റ്റ് ഒരു ജോബ് കിട്ടിയ ജോബിൽ തന്നെ ലൈഫ് ലോങ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. ഒരു കരിയർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇമ്പ്രൂവ് ചെയ്ത് പോകാനാണ് ഓരോ ഹ്യൂമൻ ബീയിങ്ങും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണെന്ന് പറയാം. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ബൈ വിച്ച് വൺ സെലക്ട് കരിയർ ഗോൾസ് ആൻഡ് ദി പാത്ത് ടു ദീസ് ഗോൾസ്. ഒരാൾ കരിയർ ഗോൾ സെലക്ട് ചെയ്യാണ്, അതിലേക്ക് എങ്ങനെ പോവാം എന്നുള്ളതാണ് കരിയർ പ്ലാനിങ്. ഇനി വാട്ട് ഈസ് ഇൻഡിസിപ്ലിൻ? എന്താണ് ഇൻഡിസിപ്ലിൻ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡിസിപ്ലിൻ നമുക്കറിയാം, ഡിസിപ്ലിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം അനുസരിച്ച് നടക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് നടക്കുന്ന പ്രോസസ്സാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഫെയിലിയർ ടു ഒബേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ ഓർഡേഴ്സ്. ഒബേ ചെയ്യാൻ വയ്യ, ഫെയിലാവാണ്. റൂൾസും ഓർഗനൈസേഷൻ്റെ ഓർഡേഴ്സും അതേപോലെ റെഗുലേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒബേ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഫെയിലിയർ ആവുക, ഒബേ ചെയ്യാതിരിക്കുന്നൊരു കണ്ടീഷൻ. A lack of control in the behavior of a person or group of people in an organization. ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോ അവരുടെ സ്വഭാവത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ അതിൻ്റേതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ടെങ്കിൽ അത് വയലേറ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡിസിപ്ലിൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഗ്രീവൻസ് ഡെയിൽ എസ് ബീച്ച് പറയുന്നത് ഗ്രീവൻസ് ഈസ് എനി ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ ഫീലിംഗ് ഓഫ് ഇൻജസ്റ്റിസ് ഇൻ കണക്ഷൻ വിത്ത് വൺസ് എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ ദാറ്റ് ഈസ് ബ്രോട്ട് ടു ദി അറ്റൻഷൻ ഓഫ് മാനേജ്മെൻറ്റ്. വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ ആ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത വിധത്തിൽ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ, നീതിപൂർവമായിട്ടല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് തോന്നുക, ഒരു ഫീലിംഗ്, ഇന്നർ ഫീലിംഗ് വരിക, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരിക. അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു കംപ്ലൈൻറ്റ് വരുന്നത് അല്ലേ, അതിനോടൊരു പരാതി വരുന്നത്. ആ മാനേജ്മെൻറ്റിനോട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോട് കംപ്ലൈൻറ്റ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യും? പരാതിപ്പെടും. അതെന്തുകൊണ്ടാണ് വരുന്നത്? ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫീലിംഗ് അവിടെ റേസ് ചെയ്യാണ്. നീതിപൂർവമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ എന്താണ്? അവിടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരികയാണ്. അത് മാനേജ്മെൻറ്റിൻ്റെ അറ്റൻഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു പരാതിനെയാണ് നമ്മൾ ഗ്രീവൻസ് എന്ന് വിളിക്കുക. വാട്ട് ഡു യു മീൻ ബൈ ഫ്രിഞ്ച് ബെനഫിറ്റ്? ഫ്രിഞ്ച് ബെനഫിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ എക്സ്ട്രാ ബെനഫിറ്റ് സപ്ലിമെൻറ്റിങ് ആൻ എംപ്ലോയീസ് സാലറി. ഒരു എംപ്ലോയിയുടെ സാലറിക്ക് പുറമേ അയാൾക്ക് അഡീഷണലായിട്ട് കിട്ടുന്ന ബെനഫിറ്റ്സ്. അത് ഫിനാൻസ് ഫോമിലാവണമെന്നില്ല. ഒരു പക്ഷേ റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ആവാം, അല്ലെങ്കിൽ കമ്പനി കാറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ കമ്പനി സബ്സിഡൈസ്ഡ് ഫുഡ് മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, ക്യാൻറ്റീൻ ഫെസിലിറ്റി. ചിലർക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ടാവും, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും, മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യും, റിട്ടയർമെൻറ്റ് പ്ലാൻസ് ഉണ്ടാവും. ഇതിനൊക്കെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. മോണിറ്ററി ഫോമിൽ കൊടുക്കുന്നത് നമ്മൾ സാലറി എന്ന് വിളിക്കും. അതിന് പുറമേ നോൺ മോണിറ്ററി ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നെയിം ദ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് വേജ് ഓഫ് പേയ്മെൻറ്റ്. വേജ് പേയ്മെൻറ്റിൽ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻസ് ഉണ്ട്, അതേപോലെ ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് പ്ലാൻസ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻസ് നമ്മളൊരു ചാർട്ടൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടൈം ബേസിലും പ്രൊഡക്ഷൻ ബേസിലും പ്ലാൻസുകൾ വരുന്നുണ്ട് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ്സിൽ. ടൈം ബേസിൽ നമ്മൾ ഹാൾസി പ്ലാൻ, റോവൻ പ്ലാൻ, എമേഴ്സൺ പ്ലാൻ, ബിഡോക്സ് പ്ലാൻ, ഇത്രയും പ്ലാനുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ ബേസിലാണെങ്കിൽ ടൈലേഴ്സ് എഫിഷ്യൻസി പ്ലാൻ, ഗാണ്ട് ടാസ്ക് പ്ലാൻ, മെറിക് പ്ലാൻ, ഇതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് 2019 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഓർമ്മയിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഷോർട്ട് എസ്സേ ആണ്, അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം വരും. അപ്പോൾ ഇതിനകത്ത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഏകദേശം ഒരു ചാപ്റ്ററിനൊക്കെയാണ് ഉള്ളത് ഞാൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഷോർട്ട് എസ്സേയിൽ വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM. ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM എസ്സേയിലും വരാറുണ്ട്, അതേപോലെ ഷോർട്ട് എസ്സേയിലും വരാറുണ്ട്. അത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, ജനറൽ ഒബ്ജക്റ്റീവ്സും ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്യുക, ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ HRM ആൻഡ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. HRM പേഴ്സണൽ മാനേജ്മെൻറ്റും തമ്മിൽ ഡിഫറൻസ് നമ്മൾ ചാർട്ടൊക്കെ വരച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, നോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡിഫറൻസ് ഒന്ന് പഠിക്കുക. ഇതും ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ്.
നെക്സ്റ്റ്, വാട്ട് ആർ ദി മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ HR പ്ലാനിങ്. HR പ്ലാനിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. HR പ്ലാനിങ്ങിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലേ. അപ്പോൾ അതേപോലെ HR പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഷോർട്ട് എസ്സേ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റെപ്സും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതന്നെ വേണം. ഓക്കെ, അപ്പോൾ HR പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ്, HR പ്ലാനിങ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന്. ദെൻ ഇൻഡക്ഷൻ ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഇൻഡക്ഷൻ പ്രോസസ്സ് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് ആൻ ന്യൂ എംപ്ലോയി, ഒരു പുതിയ എംപ്ലോയീനെ ഓർഗനൈസേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിലൂടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, അങ്ങനെയുള്ള ഐഡിയാസ്, അയാളുടെ ബോസ് ആരാണ്, അയാളുടെ ജോലിയുടെ നേച്ചർ എന്തൊക്കെയാണ്, ഒരു ഓർഗനൈസേഷൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ്, ഓർഗനൈസേഷൻ്റെ ഓവറോൾ ആയിട്ടുള്ളൊരു പിക്ചർ അവർക്ക് കിട്ടും ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ. ആ ഒരു ഓറിയൻറ്റേഷൻ പ്രോസസ്സിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്ജക്റ്റീവ്സ്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സാലറി ആൻഡ് വേജ് അഡ്മിനിസ്ട്രേഷൻ. അത് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാലറി ആൻഡ് വേജ് അഡ്മിനിസ്ട്രേഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള പോർഷനാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ഡിസിപ്ലിൻ, ഗ്രീവൻസ് ആൻഡ് ഡിസിപ്ലിൻ എന്നുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, അതിനകത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഗ്രീവൻസ് റിഡ്രസലിൽ ഡിസിപ്ലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂളിൽ. ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള ചാപ്റ്ററിലാണ്. ഒരു 4th ചാപ്റ്ററായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ് എന്നുള്ള ചാപ്റ്ററിൽ കരിയർ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2019 ചോദിച്ചിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി 2018 നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം. ഓക്കെ, താങ്ക് യു.